ഹായ് ചിൽഡ്രൻ, ഹൗ ആർ യു? പിന്നെ മക്കൾ ഭക്ഷണം കഴിച്ചോ? നല്ല മക്കളായോ? ഓക്കേ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കുറേ ആയി വിശേഷങ്ങളൊക്കെ ചോദിച്ചിട്ടല്ലേ. പിന്നെ മക്കൾ പുറത്തോട്ടൊന്നും ഇറങ്ങാറില്ലല്ലോ അല്ലേ? വീട്ടിൽ തന്നെയല്ലേ ഇരിക്കാറ്? ഓക്കേ. പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ചുകൂടെ മുദ്രാസ് പഠിച്ചു. ഇനി ഒരു 4 മുദ്രാസ് കൂടെ കഴിഞ്ഞാൽ നമ്മുടെ അസംയുക്ത ഹസ്തങ്ങൾ കഴിഞ്ഞു. അത് പഠിച്ചോ? ഇപ്പം ഇത്രയും മിസ് പറഞ്ഞ് തന്ന മുദ്രാസ് എല്ലാം പഠിച്ചോ? ഇപ്പോൾ കുറച്ച് ആൾക്കാർ അയക്കാത്ത കുറച്ച് ആൾക്കാരൊക്കെ അയച്ച് തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇനിയും കുറേ ആൾക്കാർ മിസ്സിന് വീഡിയോസ് അയച്ച് തരാൻ ബാക്കിയുണ്ട്. ഒന്നും അയച്ചു തരാത്ത ആൾക്കാരാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ പരമാവധി എല്ലാവരും ഒന്നത് മിസ്സിന് അയച്ചു തരണം. ഓക്കെ. പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തായിരുന്നു പഠിച്ചത്? ഏത് മുദ്രാസായിരുന്നു പഠിച്ചത്? ചതുരം, ഭ്രമരം, ഹംസാസ്യം, ഹംസപക്ഷം അല്ലേ? ഇനി അടുത്തത് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ കൈ പിടിച്ചു. അപ്പം എന്ത് ചെയ്യുക? ഇങ്ങനെ ചെയ്യാം. സന്ദംശം, സന്ദംശം. അത് കഴിഞ്ഞിട്ട് മുകുളം. കണ്ട, മുകുളം. അതായത് പൂവൊക്കെ വിരിയുമ്പോൾ എങ്ങനെയാണ് മൊട്ടുണ്ടാവുക? കൂമ്പിയിട്ടല്ലേ നിൽക്കുക? അതാണ് പറയുന്നത്. ഇങ്ങനെ പിടിച്ചേക്കുക. അപ്പോൾ ആണ് മുകുളം. മുകുളം. എന്നിട്ട് ഈ വിരൽ മാത്രം പൊക്കിയിട്ട് നമ്മളെ 1 2 3 ഈ വിരൽ ഇങ്ങനെ ജസ്റ്റ് മടക്കിയിട്ട് ഈ തള്ളവിരൽ ഇതിനിങ്ങനെ കൊടുത്തിട്ട് ഇങ്ങനെ ചെയ്യാം. ഇതാണ് താമ്രചൂടം. എന്താണ്? താമ്രചൂടം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അറ്റത്തുള്ള 2 വിരലും ഇങ്ങനെ പിടിച്ചിട്ട് ബാക്കി 3 വിരൽ ഇങ്ങനെ ചേർത്ത് പിടിച്ചു. ഇതാണ് ത്രിശൂലം. എന്താണ്? ത്രിശൂലം. സന്ദംശം, മുകുളം, താമ്രചൂടം, ത്രിശൂലം. കണ്ടോ? അപ്പോൾ നമ്മുടെ ഇതോടുകൂടി നമ്മുടെ അസംയുക്ത ഹസ്തങ്ങൾ കഴിഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ഈ 4 മുദ്രാസ് മക്കൾ പഠിക്കുക. ഈ 4 മുദ്രാസും കൂടെ പഠിച്ചതിന് ശേഷം എന്താ പറയുക, ഫസ്റ്റ് തൊട്ട് ഈ ലാസ്റ്റ് വരെ നല്ല ഭംഗിയിൽ പറഞ്ഞിട്ട് മിസ്സിനെ കേൾപ്പിക്കണം. പിന്നെ ഒരു കാര്യം പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇങ്ങനെ കൈ ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ കൈ നല്ല സ്റ്റിഫായിട്ട് പിടിക്കണം. നല്ല സ്റ്റിഫായിട്ട് പിടിച്ചിട്ട് കൈ ഇങ്ങനെ നമ്മളിങ്ങനെ ലൂസാക്കിയിട്ട് ഇങ്ങനെ കാണിക്കുമ്പോൾ അത് ഭംഗി ഉണ്ടാവില്ല കാണാൻ. അപ്പോൾ എന്ത് ചെയ്യണം? കൈ നല്ല ബലം കൊടുത്ത് ഇങ്ങനെ പിടിച്ചിട്ട് വേണം ഇങ്ങനെ നല്ല ബലത്തിൽ നിന്നാലേ പതാക, ത്രിപതാക, അർദ്ധപതാക അങ്ങനെ ഭംഗി ഉണ്ടാവില്ല കാണാൻ. അല്ലാതെ അതിങ്ങനെ പിടിക്കുമ്പോൾ ഒരു ഇപ്പം നമ്മൾ ഡാൻസ് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം? നല്ല ബലത്തിൽ പിടിച്ച് നല്ല വൃത്തിക്ക് ചെയ്യണം. ഓക്കെ. പിന്നെ കുറേ ആൾക്കാർ മിസ്സിന് അയച്ചെന്ന വീഡിയോയിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമസ്കാരം ചെയ്യുന്ന സമയത്ത് നമ്മളെ ഫസ്റ്റ് എങ്ങനെയാണ് മിസ്സ് പറഞ്ഞത്? 2 കാലും അടുപ്പിച്ച് വെക്കണം. 2 കാലും അടുപ്പിച്ച് വെച്ചിട്ട് നമ്മുടെ ഈ മുദ്ര മിസ്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെസ്റ്റിന് നേരെ പിടിക്കണം. ചെസ്റ്റിന് നേരെ പിടിക്കുക, അല്ലാതെ ഇങ്ങനെ ടച്ച് ചെയ്യരുത്. ചെസ്റ്റിന് ടച്ച് ചെയ്യരുത്. അതിനെ നേരെ പിടിച്ചിട്ട് 2 ഷോൾഡറും പിന്നെ ലെവലായിട്ട് നിൽക്കണം. എന്നിട്ട് കൈൻ്റെ മുട്ട് അധികം പൊങ്ങാനോ അധികം താഴാനോ ഒന്നും പാടില്ല. അപ്പം അത് ചെസ്റ്റിന് നേരെ പിടിച്ച് വെച്ചിട്ട് നേരെ നോക്കിയിട്ട് തന്നെ ചെയ്യണം. ആ സമയത്ത് സമത്തിൽ നിന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് കടകാമുഖം. ഈ മുദ്ര എന്താ മിസ് പറഞ്ഞു തന്നത്? ഇപ്പം നമ്മൾ എല്ലാ മുദ്രയും പഠിച്ചു. അപ്പോൾ ഈ മുദ്രയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പേരെന്തായിരുന്നു? കടകാമുഖം. എന്താണ്? കടകാമുഖം. അപ്പോൾ കടകാമുഖം മുദ്രയിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആ സമയത്ത് കാല് 2ഉം ചേർത്ത് വെച്ച് അടുപ്പിച്ച് വെച്ചിട്ട് തന്നെ നിന്ന് ചെയ്യണം. അതേപോലെ തന്നെ കടകാമുഖം കഴിഞ്ഞ് പിന്നെ വീണ്ടും ശിഖരത്തിൽ വന്നിട്ട് നമ്മൾ ചതുരത്തിലേക്ക് വന്നു. പിന്നെ നമ്മൾ പതാകയിലേക്ക് വരിക ചെയ്യുന്നത്. അപ്പം എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ
ഇത് ചെയ്യുമ്പോൾ ഫസ്റ്റും ലാസ്റ്റും നമ്മൾ സമത്തിലേക്ക് തന്നെ വരുന്നു കേട്ടോ. ഫസ്റ്റ് ഈ നമസ്കാരം ചെയ്യുന്നത് പല രീതിയിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഭരതനാട്യത്തിൻ്റെ തന്നെ ഓരോ തരത്തിൽ. പക്ഷെ ഇപ്പം മിസ് ഇങ്ങനെ പറഞ്ഞത് ഇങ്ങനെ ചെയ്യാം. ഓക്കെ. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണിൻ്റെ എക്സസൈസ് ചെയ്യുമ്പോൾ മിസ് പറഞ്ഞിട്ടുണ്ട് കണ്ണ് ചിമ്മാതെ തന്നെ ചെയ്യണമെന്ന്. പിന്നെ ഇപ്പം നമ്മളിപ്പോൾ ഇങ്ങനെ ഇപ്പം മിസ് ഇങ്ങനെ കാണിച്ചു തരുവാണെങ്കിൽ നിങ്ങൾക്ക് 1 കണ്ണിൻ്റെ എക്സസൈസാണ് മിസ് ചെയ്യുന്നത്. 1 2 3 4. അപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ആ മൂവ്മെൻറ്റ്സ് അറിയണമെങ്കിൽ നമ്മളിന്ന് കണ്ണ് നല്ല ഓപ്പൺ ആയിട്ട് വെച്ചിട്ട് തന്നെ ചെയ്യണം കേട്ടോ. കണ്ണ് നല്ല ഓപ്പൺ ആയിട്ട് വെച്ചിട്ട് 1 2 3 4 ഇങ്ങനെ തന്നെ ചെയ്യണം. താഴോട്ട് നോക്കിയിട്ട് അല്ലെങ്കിൽ കണ്ണിങ്ങനെയൊക്കെ ആക്കി ചെയ്യുമ്പോൾ അതിൻ്റെ ആ മൂവ്മെൻറ്റ്സ് കാണാൻ പറ്റൂല. ചെയ്യുന്നത് കാണാൻ ഭംഗിയും ഉണ്ടാവില്ല. അപ്പം എൻ്റെ മക്കൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ നല്ല ഭംഗിയിൽ ചെയ്യാം. പിന്നെ എന്തായിരുന്നു പറഞ്ഞത്? അതേപോലെ തന്നെ ചെയ്യാനുള്ള കാര്യം പറഞ്ഞത് സമം, അരമണ്ഡലം, മുഴുമണ്ഡലം അത് ചെയ്തുകൊണ്ടേയിരിക്കാം. സമം, അരമണ്ഡലം, മുഴുമണ്ഡലം എന്നുള്ളത് പിന്നെ ഫസ്റ്റ് സമം, പിന്നെ അരമണ്ഡലം, പിന്നെ മുഴുമണ്ഡലം, പിന്നെ വീണ്ടും സമം, അരമണ്ഡലം, മുഴുമണ്ഡലം അങ്ങനെ ഇരുന്ന് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അത് ക്ലിയർ ആവുള്ളൂ. ഇതിപ്പോൾ ചില ആൾക്കാർ മാത്രമേ കറക്റ്റായിട്ട് ചെയ്ത് കാണിച്ചു തരുന്നുള്ളൂ. ചില ആൾക്കാർ ജസ്റ്റ് എന്താ പറയുക മിസ്സിനെ കാണിക്കാൻ വേണ്ടി മാത്രം ചെയ്തിട്ട് അയച്ച് തരുന്നതായിട്ടാണ് മിസ്സിന് തോന്നുന്നത്. അങ്ങനെ മടിച്ച് നിൽക്കരുത്. അപ്പോൾ എന്ത് ചെയ്യുക? ഇത് ചെയ്യുമ്പോൾ കറക്റ്റ് ലെവലിൽ ചെയ്തിട്ട് അയച്ചിടണം. അപ്പോൾ ഇന്ന് നമ്മൾ എന്തായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്? ഇന്ന് എന്ത് മുദ്രയാണ് പഠിച്ചത്? ഫസ്റ്റ് സന്തംശം, മൂക്കുളം, താമ്രചൂടം, ത്രിശൂലം അല്ലേ? ഇത് നമുക്കിനി ഒന്ന് ഫസ്റ്റ് തൊട്ട് ഇത്ര വരെ ശ്ലോകം പറഞ്ഞുതരാം. ഇത് ഫസ്റ്റ് നമ്മൾ ഇങ്ങനെ പഠിക്കും. ശ്ലോകം മിസ് വോയിസ് മെസ്സേജ് ഇട്ടുതരാം. എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇതിപ്പോൾ റിപ്പീറ്റിങ്ങിന് അടിക്കുമ്പോൾ ചിലപ്പോൾ അത് സ്റ്റക്കായി പോകും. അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുള്ളതുകൊണ്ടാണ് പറയുന്നത്. അത് ഞാൻ ശ്ലോകത്തിൻ്റെ ശ്ലോകം വോയിസ് മെസ്സേജായിട്ട് അയച്ചുതരാം. ഇപ്പോൾ നമുക്ക് ആദ്യം തൊട്ട് അവസാനം വരെ നമുക്ക് ഒന്ന് നോക്കാം. പതാക, തൃപ്പതാക, അർദ്ധപതാക, കർത്തരീമുഖം, മയൂരം, അർദ്ധചന്ദ്രൻ, അരാളം, ശുകതുണ്ഡം, മുഷ്ടി, ശിഖരം, കപിത്തം, കടകാമുഖം, മുഷ്ടി, ശിഖരം, കപിത്തം, കടകാമുഖം, മുഷ്ടി, ശിഖരം, കപിത്തം, കടകാമുഖം, സൂചി, ചന്ദ്രകല, പത്മകോശം, സർപ്പശിരസ്, മൃഗശീർഷം, സിംഹമുഖം, കാങ്കൂലം, അലപത്മം, ചതുരം, ഭ്രമരം, ഹംസാസ്യം, ഹംസപക്ഷം, സന്തംശം, മുകുളം, താമ്രചൂടം, ത്രിശൂലം. കണ്ടോ? ഇതേനി മിസ് ശ്ലോകം വോയിസ് ഇട്ടുതരാം. അപ്പോൾ ആ വോയിസിന് കേട്ടിട്ട് ആ ശ്ലോകം നല്ല ഭംഗിയിൽ പഠിച്ചിട്ട് മിസ്സിന് അത് കേൾപ്പിച്ച് തരണം. ഓക്കെ? ശ്ലോകമായിട്ട് അത് നിങ്ങൾ ഇതുപോലെ തന്നെ പതാകോ ഇതിങ്ങനെ പറഞ്ഞില്ലേ, ഇതിപ്പം മിസ് ഇപ്പം വോയിസ് ഇട്ടിരുമ്പോൾ നിങ്ങൾ പതാക, തൃപ്പതാക ഇങ്ങനെയുള്ളത് ശ്ലോകത്തിൻ്റെ ടൈപ്പിൽ എനിക്ക് വീഡിയോസ് തന്നെ അയച്ചു തരണം. നിങ്ങൾ കേട്ടിട്ട് അത് മാത്രം അയച്ചു തന്നാൽ പോരാ, മുദ്രാസ് കാണിച്ചു തന്നുകൊണ്ട് ശ്ലോകം പറഞ്ഞുകൊണ്ട് മിസ്സിന് വീഡിയോ അയച്ചു തരണം. ഓക്കെ, ബൈ.